ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 2025 ഉദ്ഘാടനം ചെയ്ത ഗ്ലാസ് പാലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ മുതൽ തിരുവള്ളുവർ പ്രതിമ വരെയുള്ള ഗ്ലാസ് പാലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലമാണ് ഈ 2025 ഉദ്ഘാടനം കഴിഞ്ഞ ഗ്ലാസ് പാലം എന്ന് പറയുന്നത്. 2025 ഉദ്ഘാടനം കഴിഞ്ഞ ഗ്ലാസ് പാലമാണ് കന്യാകുമാരിയിലുള്ള ഗ്ലാസ് പാലം. അത് വിവേകാനന്ദ പാറ മുതൽ തിരുവള്ളുവർ പ്രതിമ വരെയാണ് ആ ഗ്ലാസ് പാലം നീണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൈക്രോ മിസൈൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. 2025 ജനുവരിയിലാണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ വേണ്ടി, വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് അനിയന്ത്രിതമായി നമ്മുടെ രാജ്യത്തേക്ക് കടക്കുന്ന ഡ്രോണുകളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു മൈക്രോ മിസൈൽ സിസ്റ്റമാണ് ഭാർഗവാസ്ത്ര എന്ന് പറയുന്ന മൈക്രോ മിസൈൽ സിസ്റ്റം. ഭാർഗവാസ്ത്ര എന്ന് പറയുന്ന സിസ്റ്റം. ഇനി അടുത്തത് ISROയുടെ 11ാമത് ചെയർമാനായി നിയമിതനായത് ഡോക്ടർ വി നാരായണനാണ്. ISROയുടെ 11ാമത് ചെയർമാനാണ്. അപ്പോൾ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ വി നാരായണനാണ്. തമിഴ്നാട് സ്വദേശിയാണ്. എന്നാൽ ISROയുടെ മുൻപേ ഉള്ള, അതായത് 10ാമത് ചെയർമാൻ എന്ന് പറയുന്നത് S സോമനാഥ് ആണ്. അദ്ദേഹം ഒരു മലയാളിയാണ്. നമുക്ക് അറിയാവുന്നതാണ്. 10ാമത് ഉള്ളതൊരു മലയാളിയാണ്, S സോമനാഥ് ആണ്. നിലവിൽ ഡോക്ടർ വി നാരായണൻ ഒരു തമിഴ്നാട്ടുകാരനാണ്. ISROയുടെ മറ്റൊരു ദൗത്യമാണ് സ്പാഡക് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്പാഡക് മിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹിരാകാശത്തെ ചെറിയ ചെറിയ പേടകങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്കിംഗ് സമ്പ്രദായമാണ് സ്പാഡക് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. അതായത് ഡോക്കിംഗ് എന്ന് പറയുമ്പോൾ ബഹിരാകാശത്തുള്ള ചെറിയ ചെറിയ പേടകങ്ങളെ തമ്മിൽ ചേർക്കുന്ന പ്രക്രിയയ്ക്കാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്കിംഗ് സമ്പ്രദായം വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതിക വിദ്യയാണ് സ്പാഡക് എന്ന് പറയുന്നത്. ISROയുടെ ഒരു ദൗത്യമാണ് സ്പാഡക് മിഷൻ എന്ന് പറയുന്നത്. 2025 ജനുവരി 16-നാണ് സ്പാഡക് മിഷൻ നടത്തിയത്. ഇന്ത്യ സ്പാഡക് മിഷനിൽ പങ്കെടുക്കുന്ന 4ാമത്തെ രാജ്യമാണ്. അതിന് മുന്നേ വരെ 3 രാജ്യങ്ങൾ ഈ സ്പാഡക് മിഷൻ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. ഇന്ത്യ 4ാം സ്ഥാനത്താണ് ഉള്ളത്. PSLV C60 എന്ന റോക്കറ്റിലാണ് ഈ സ്പാഡക് മിഷൻ നടത്തിയത്. PSLV C60 റോക്കറ്റിലാണ് സ്പാഡക് മിഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച റോക്കറ്റ് എന്ന് പറയുന്നത്.